ദിലീപിന് നീതി കിട്ടി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാകാം. പക്ഷേ ഗവൺമെൻറ് അപ്പീലിന് പോകുന്നത് വേറെ പണിയില്ലാത്തത് കൊണ്ടാണ്. ഏറ്റവും വിമർശിക്കപ്പെടേണ്ട ഒരു പരാമർശമാണത്. ഗവൺമെൻറ് പ്രോസിക്യൂഷന് വേണ്ടി നടത്തുന്ന ഒരു കേസിൽ തിരിച്ചടി ഉണ്ടായാൽ അപ്പീലിന് പോവുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഒരു ബാധ്യതയാണ്. അത് വേറെ പണിയില്ലാത്തത് കൊണ്ടാണ് ഗവൺമെൻറ് അപ്പീലിന് പോകുന്നത് എന്ന പരാമർശം UDFൻ്റെ കൺവീനർ നടത്തിയത് ഈ പൊതുസമൂഹം അംഗീകരിക്കില്ല. അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം. കേരളീയ സമൂഹത്തോട് അദ്ദേഹം മാപ്പ് പറയണം. KPCC പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ പരാമർശത്തോട് പ്രതികരിച്ചിട്ടില്ല. വേറെ ഒരു കോൺഗ്രസിൻ്റെ നേതാക്കളും പരാമർശിച്ചിട്ടില്ല. എന്നാൽ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും അപ്പീലിന് പോകണമെന്നുള്ള അഭിപ്രായക്കാരാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ നിലപാടാണോ അടൂർ പ്രകാശ് സ്വീകരിച്ചിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തത വരുത്തണം. ഏതാണ്ട് 1 കോടിയിൽ പരം ജനത ഇന്ന് വോട്ടവകാശം രേഖപ്പെടുത്തുകയാണ്. അതിൽ മഹാഭൂരിപക്ഷവും സ്ത്രീ വിഭാഗങ്ങളുമാണ്. ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളിൽ സ്ത്രീ സമൂഹത്തോട് എങ്ങനെയാണ് UDFലെ ഒരു ഘടക കക്ഷി കോൺഗ്രസ് അതിൻ്റെ നേതാക്കൾ പ്രതികരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതിനോട് കൂട്ടി വായിക്കേണ്ടതാണിത്. അപ്പം അതുകൊണ്ട് കോൺഗ്രസിൻ്റെ നിലപാടല്ല അടൂർ പ്രകാശ് പറഞ്ഞതെങ്കിൽ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം. ഒരു പണിയുമില്ലാത്തത് കൊണ്ടാണോ ഗവൺമെൻറ് അപ്പീലിന് പോകുന്നത് എന്ന പരാമർശം അദ്ദേഹം പിൻവലിക്കണം. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിധിയുടെ ഉള്ളടക്കത്തിലേക്ക് ഞാൻ കടന്നിട്ടേയില്ല. ഇപ്പോഴും വിധിയുടെ ഉള്ളടക്കം എന്താണെന്നുള്ളത് എനിക്കറിയില്ല. അതിനുശേഷം മാത്രമേ ഇതിൻ്റെ മെറിറ്റിലേക്ക് കടന്ന അഭിപ്രായം പറയൂ. പക്ഷേ ദിലീപ് പറഞ്ഞ ഒരു പരാമർശം അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് മാത്രമല്ല, നീതിന്യായ വ്യവസ്ഥയോടുള്ളൊരു വെല്ലുവിളിയായിരുന്നു. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ക്രിമിനലുകളാണ് എന്നൊരു സന്ദേശം അദ്ദേഹം കൊടുത്തു. അതൊരു രൂപത്തിലും പരാമർശിക്കാൻ പാടില്ലാത്തതായിരുന്നു. ആ ഒരു ഭാഗമാണ് ഞാൻ ഇന്നലെ പരാമർശിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.